ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാവോ? ബൈബിള് കൈവശമുള്ള ആളുകളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ബൈബിള് കൈവശമുള്ള ആളുകൾ, ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ബൈബിളൊന്ന് ഉയർത്തിപ്പിടിക്കാവോ? ആരും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ ചൊല്ലിത്തരുന്ന സങ്കീർത്തനം 68 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ. അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ. ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ. അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ. ദൈവത്തിന് സ്തുതി പാടുവിൻ. അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവനെ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ. ദൈവം തന്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു. ആമേൻ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഇരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത്. എന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് ക്ഷണിച്ച റാഫേൽ അച്ഛനോട് ഞാൻ എൻ്റെ കൃതജ്ഞത ആദ്യമേ തന്നെ പ്രകടിപ്പിക്കട്ടെ. ഞാനൊരു ബിസിനസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. 1997 ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ച് മുഴുവൻ സമയം ദൈവവേലയിൽ ദൈവശുശ്രൂഷയിലായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതിൽ നിലനിൽക്കുവാനും എന്നെ സഹായിച്ചു. തൃശ്ശൂരിലാണ് എൻ്റെ വീട്. നെല്ലങ്കര ഇടവകയിലെ അംഗങ്ങളാണ്. എൻ്റെ ചില ബന്ധുക്കളെ എനിക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ഇത്ര ദൂരം വരുന്ന ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. നമുക്കിന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ജോഷുവയുടെ പുസ്തകത്തിൽ ബൈബിള് കൊണ്ടുവന്നിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഫോണിലൊക്കെ ബൈബിള് ഉള്ള ആളുകളാണെങ്കിൽ ഇവിടുത്തെ നിയമം നിങ്ങളെ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരിക. ജോഷുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം. ജോഷുവയുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ജെറീക്കോ പട്ടണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാലും മതി. ഇസ്രായേൽ മക്കൾ ഈജിപ്തിലെ അടിമത്തത്തിൽ 400 വർഷം താമസിക്കുന്നു. ആ 400 വർഷത്തിന് ശേഷം മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നു വന്ന് മിദിയാൻ പ്രദേശത്ത് വരുന്നു. തുടർന്ന് വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്തേക്കുള്ള യാത്ര പുറപ്പെടുന്നു. എന്നാൽ അവരവിടെ എത്തിച്ചേരുന്നില്ല. അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അവസാനം മോശ മരിക്കുന്നു. ജോഷുവ നേതൃത്വം ഏറ്റെടുത്ത് 3-ാം ദിവസം ജോർദാൻ നദി കടന്ന് ജെറീക്കോ പട്ടണത്തിലേക്ക് കടന്നു വരുന്നു. 140 അടി ഉയരവും 60 അടി വീതിയുമുള്ള കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട ജെറീക്കോ നഗരം കടന്നു പോകാതെ വാഗ്ദത്ത ദേശമായ കാനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ അവർക്ക് സാധിക്കില്ല. ഇവരുടെ കയ്യിൽ ഈ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് മന്ന മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്നവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം കൊടുത്തൊരു ഉത്തരം
വാഗ്ദാന പേടകവുമായി ഈ ജെറീക്കോ കോട്ടയ്ക്ക് ചുറ്റും നടക്കുക. അങ്ങനെ അവർ ഈ കോട്ടയ്ക്ക് ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാനായിട്ട് തുടങ്ങി. 1-ാം ദിവസം നടന്നു, 2-ാം ദിവസം, 3-ാം ദിവസം, 4, 5, 6, 7 സാബത്ത് ദിവസമാണ്. 7-ാം ദിവസമായിട്ടും ഈ നടക്കുകയല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. 7-ാമത്തെ ദിവസം അവർ 7 പ്രാവശ്യം ഈ കോട്ടയ്ക്ക് ചുറ്റും വലം വെച്ച് പ്രാർത്ഥനാപൂർവം നടക്കുകയും ദൈവത്തെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് 7-ാമത്തെ ദിവസം 7-ാമത്തെ റൗണ്ട് നടന്ന് അവസാനിക്കുന്നതിന് മുമ്പ് ജെറീക്കോ കോട്ട ഇടിഞ്ഞു വീഴുകയും ദൈവജനം കോട്ടയ്ക്കുള്ളിൽ അതിക്രമിച്ചു കയറിയും അവരുടെ തന്നെ ആയുധങ്ങളെടുത്ത് അവരെ വധിക്കുകയും അതുവഴി ജനത്തെ വിടുവിക്കുകയും വാഗ്ദത്ത ദേശത്തേക്കുള്ള വഴി തുറന്ന് കിട്ടുകയും ചെയ്തു. ആ ജെറീക്കോ കോട്ട പിടിച്ചെടുക്കുന്ന സമയത്ത് മോശ നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: നിശ്ചിത വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവൻ്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാകണം. എന്തെന്നാൽ കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേൽ മ്ലേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു. ഈ ജെറീക്കോ കോട്ട പിടിച്ചെടുക്കുന്ന സമയത്ത് പറയുകയാണ്, അവിടെ നിന്ന് ഒരു സാധനം പോലും എടുക്കരുത്. ജെറീക്കോ പട്ടണത്തിലുള്ള വസ്തുക്കളെ എല്ലാം ദൈവത്തിന് നിശ്ചിതമായ വസ്തുക്കളായതുകൊണ്ട് അത് മുഴുവൻ നശിപ്പിച്ച് കളയണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ജോഷുവയുടെ നേതൃത്വത്തിൽ പട്ടണം പിടിച്ചെടുക്കുന്നത്. ആ പട്ടണം പിടിച്ചെടുക്കുന്ന സമയത്ത് ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 26-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ജെറീക്കോ പട്ടണം നശിപ്പിച്ചതിന് ശേഷം 7-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ജെറീക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അതിൻ്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നതിന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും. കർത്താവ് ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു. ഇപ്പോൾ ജെറീക്കോ പട്ടണം പിടിച്ചെടുത്തു, പട്ടണത്തെ പരിപൂർണമായി നശിപ്പിച്ചു. ആ നശിപ്പിക്കാൻ പോകുന്ന സമയത്ത് നേതൃത്വം കൊടുക്കുന്ന ജോഷുവ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ പട്ടണത്തിൽ നിന്ന് ഇത് ദൈവത്തിന് നിഷേധിക്കപ്പെട്ട നഗരമായതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഒരു നിശ്ചിത വസ്തുവും നിങ്ങളാരും എടുക്കരുതെന്ന് നിർദ്ദേശിച്ചു. നമ്മൾ പിന്നീട് കാണുന്നു 7-ാമത്തെ അധ്യായം വരുന്ന സമയത്ത് ഒരു ചെറിയ പട്ടണമായ ആയി എന്ന് വിളിക്കപ്പെടുന്ന പട്ടണം പിടിക്കുവാനായിട്ട് പോകുന്നു. ആ പോകുന്ന സമയത്ത് ജോഷുവ പറയുന്നു, ജെറീക്കോ പട്ടണം പിടിക്കാൻ എടുത്ത അത്ര വലിയ ശ്രമമൊന്നും ഇപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ഏകദേശം 3000-ഓളം പടയാളികൾ മാത്രം പോയി യുദ്ധം ചെയ്താൽ മതി എന്ന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ യുദ്ധം ചെയ്യാനായിട്ട് 3000-ഓളം പടയാളികൾ കടന്നു പോകുന്നു. ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന സമയത്ത് ബിസിനസ് മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും കാർഷിക മേഖലയിലും പരാജയപ്പെടുമ്പോൾ ഈ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കാറുണ്ട്. നമ്മളിവിടെ കാണുന്നു, ഇവർ യുദ്ധത്തിൽ പരാജയപ്പെട്ട സമയത്ത് ജോഷുവ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: കനാന്യരും അവിടെയുള്ള മറ്റുള്ളവർ ഇത് കേൾക്കും, അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കാക്കുവാൻ എന്ത് ചെയ്യും? കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ എന്തിനെങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, അവ തങ്ങൾ സാമാനങ്ങളോട് കൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുന്ന സമയത്ത് ആ പട്ടണത്തിലെ ഒരു വസ്തുവും എടുക്കരുത്, അഥവാ ആ പട്ടണത്തിൽ ലഭിക്കുന്ന എല്ലാം നശിപ്പിച്ച് അഗ്നിക്കിരയാക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുകയും ആ നിർദ്ദേശം അനുസരിക്കാതെ ചില ആളുകൾ, യുദ്ധത്തിന് പോയ ചില ആളുകൾ ജെറീക്കോ പിടിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർ കൈക്കലാക്കി. അങ്ങനെ അവർ 2 പാപം ചെയ്തു. ഒന്ന്, നിഷിദ്ധ വസ്തുക്കൾ അവർ കൈവശപ്പെടുത്തി. ചേർന്ന് പറഞ്ഞേ, നിഷിദ്ധ വസ്തുക്കൾ അവർ കൈവശപ്പെടുത്തി. പോരാ, വലതേരെ ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞേ, നിഷിദ്ധ വസ്തുക്കൾ അവർ കൈവശപ്പെടുത്തി. ഒന്നും കൂടെ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ പുസ്തകം എന്നോട് എന്ത് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഈ പുസ്തകം ഇന്ന് നിങ്ങളോട് എന്ത് സംസാരിക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല പരാജയങ്ങളും വരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ച് നോക്കാറുണ്ട്, എന്തുകൊണ്ട് ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ പരാജയങ്ങൾക്ക് പല കാരണങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ
അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാറായിട്ട് കിടക്കുന്നു. തൃശ്ശൂർ ജില്ലയിലുള്ളൊരു സംഭവമാണ്. ഇനി ആരും ഗവേഷണം നടത്തി ഏതാ കുടുംബം എന്നൊന്നും കണ്ടുപിടിക്കാൻ പോകരുത് കേട്ടോ. തൃശ്ശൂർക്കാരവിടെ പലരും മുഖപരിചയമുള്ള ആളുകളെ കണ്ടുകൊണ്ട് പറയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാറായിട്ട് കിടക്കുന്നു, എന്നാൽ അമ്മ മരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ തൃശ്ശൂരിലുള്ള വെസ്റ്റ്ഫോർഡ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അമ്മ മരിക്കും, അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിക്കോ, മരിച്ചിട്ട് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നും വേണ്ടല്ലോ, അത് അങ്ങനെ ഒരു സീനൊന്നും ഉണ്ടാക്കേണ്ട, അപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി. 13 ദിവസമായിട്ടും അമ്മ മരിക്കുന്നില്ല, മരിച്ച പോലെ കിടക്കുന്നു. മരിച്ചു എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണു തുറക്കുന്നു, വെള്ളം ചോദിക്കുന്നു, അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുന്നു, ഒരു ചുണ്ട് നനച്ചു കൊടുക്കുന്നു, വീണ്ടും ജീവൻ വയ്ക്കുന്നു. ഇങ്ങനെ മരിച്ചു പോലെ കിടക്കുന്നു, എന്നാൽ മരിക്കുന്നില്ല. അങ്ങനെ മരിക്കാതെ കിടക്കുന്ന സമയത്ത് എന്നോട് സൂചിപ്പിച്ചു ഇനി എന്താണ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് പറയുന്നില്ല, തൃശ്ശൂരിലുള്ള ഒരു പ്രമുഖ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർസിനെ എനിക്ക് പരിചയമുണ്ട്, ഞാനവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, നമുക്ക് അച്ഛനെ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ചു കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാം, പക്ഷേ അതിന് മുൻപ് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നീ അത് പറയണം, അപ്പോൾ അച്ഛനൊന്ന് ഒരുങ്ങി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു സംഭവം എന്നോട് പറഞ്ഞു. അവൻ്റെ 3ാം തലമുറയിൽ അവർക്ക് ഇറച്ചി വ്യാപാരമാണ്. അപ്പോൾ ഇറച്ചി വ്യാപാരം നടക്കുന്ന സമയത്ത് ഇവർക്ക് കോമ്പറ്റീറ്ററായിട്ടൊരാൾ ഇവർക്കെതിരെ ചില തൃശ്ശൂരിലൊക്കെ ഉള്ള ഒരു സംഭവമാണ്, കൂടോത്രം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില പരിപാടികൾ, ചില ദുർപൂജകളും ആഭിചാര കർമ്മങ്ങളൊക്കെ ഇവർക്കെതിരെ ചെയ്തു. ഇവർക്കെതിരെ ചെയ്ത സമയത്ത് അന്ന് ഇതെന്താണ്, ഇതിനെ തിരികെ സംരക്ഷണത്തിനായി എന്ത് ചെയ്യണമെന്ന് ഇവർക്കൊരു ബോധ്യമില്ല. അച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിച്ച് കടയൊക്കെ വെഞ്ചരിച്ചു. ഗീവർഗീസ് പുണ്യാളൻ്റെ ഫോട്ടോയൊക്കെ കൊണ്ടുവച്ചു, അന്തോണീസ് പുണ്യാളനെയും സെബസ്ത്യാനോസ് പുണ്യാളനെയും ഫോട്ടോ ഒക്കെ കടയിൽ കൊണ്ടുവച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ ഇവരുടെ വ്യാപാരം കുറയുകയും ഇവരുടെ എതിർപക്ഷത്ത് വ്യാപാരം ചെയ്യുന്നവർ വ്യാപാരം കൂടുകയും ചെയ്ത സമയത്ത് 3 തലമുറ മുൻപുള്ള അപ്പാപ്പൻ തൃശ്ശൂരിൽ തന്നെയുള്ള ഒരു ദുർമന്ത്രവാദിനിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവർ ഒരു മന്ത്രം ചൊല്ലി ഒരു തകിട് ഇവർക്ക് കൊടുത്തു, ചെറിയ ഒരു തകിട്. അപ്പോൾ പറഞ്ഞു ഈ തകിട് എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടുത്തരുത്, ഇത് സുരക്ഷിതമായിട്ട് ഇതെടുത്തു വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുരക്ഷിതമായിട്ട് എടുത്തു വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ, ഇന്നത്തെ വേണമെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ചിപ്പ് പോലത്തെ ചെറിയ ഒരു സാധനമാണ്. ആ തകിട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി വ്യാപാരികളായതുകൊണ്ട് സുരക്ഷിതമായി നിൽക്കണം. അപ്പം ഭർത്താവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ, അതായത് ഈ പറയുന്ന ആളുടെ 3 തലമുറ മുന്നുള്ള അമ്മാമ്മയുടെ കാല് ഇറച്ചി വെട്ടുന്ന കത്തി കൊണ്ട് വരഞ്ഞ് കീറി ഈ ചെറിയ ചെമ്പ് തകിടിൻ്റെ കഷ്ണം കാലിൻ്റെ തുടയിൽ നിക്ഷേപിച്ചു. മഞ്ഞൾ പൊടിയും മറ്റ് സാധനങ്ങളൊക്കെ ഇട്ടു. കുറച്ച് ദിവസം നീരൊക്കെ ഉണ്ടായിരുന്നു, ഉണങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ ബിസിനസ്സൊക്കെ അഭിവൃദ്ധിപ്പെട്ടു. ഈ അമ്മാമ്മ മരിക്കാറായ സമയത്ത് മരുമകളെ വിളിച്ച് പറഞ്ഞു ഇത് ആരെങ്കിലും ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ബിസിനസ് കേടാവും, നശിച്ചു പോകും. അതുകൊണ്ട് 2ാം തലമുറയിൽപ്പെട്ട അമ്മാമ്മയ്ക്ക് ഈ വീണ്ടും ഈ വീട്ടിൽ തന്നെ ഈ ഇറച്ചിക്ക് വെട്ടുന്ന കത്തി വെച്ച് കീറി ഈ തകിടെടുത്ത് മരുമകളുടെ കാലിൻ്റെ തുടയിൽ ഇത് വെച്ച് വീണ്ടും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നു, സ്റ്റിച്ചിടുക ഒന്നുമില്ല. ഇതൊക്കെ നാടൻ ക്രൂഡ് സർജറി നടക്കുകയാണ്. ഇത് തലമുറ കൈമാറി. ഇപ്പോൾ ഈ അമ്മാമ്മ 2ാം തലമുറയിൽപ്പെട്ട അമ്മാമ്മ മരിക്കാൻ കിടക്കുകയാണ്, മരിക്കുന്നില്ല. അപ്പം മകനാണ് എൻ്റെ സ്നേഹിതൻ, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. ഇപ്പോൾ അപ്പൻ പറയുന്നത് എൻ്റെ ഭാര്യയോട് ഈ തകിട് ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, കുറച്ച് വിദ്യാഭ്യാസമുള്ള മാസ്റ്റേഴ്സ്, കൊമേഴ്സിലും മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ ഉള്ള സഹോദരിയായിരുന്നു, പറഞ്ഞു ഈ വക പരിപാടിയൊന്നും എൻ്റെ അടുത്തേക്ക് നടക്കില്ല, നിങ്ങളുടെ അമ്മ ചാവുകയോ ചത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്കിത് ശരിയാവും. അപ്പോൾ ഇവൻ്റെ അപ്പൻ പറയുന്നത് ഇത് ആരെങ്കിലും ഏറ്റെടുത്താലാണ് അമ്മ മരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അമ്മ മരിച്ച പോലെ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം പറഞ്ഞ സമയത്ത് പിന്നീട് ധ്യാനഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ഞാൻ ധ്യാനകേന്ദ്രം ഏതാണെന്നോ ധ്യാനഗുരു ആരാണെന്നോ ഒന്നും പറയുന്നില്ല, തൃശ്ശൂരിലുള്ള ധ്യാനകേന്ദ്രമാണ്, അത്ര അറിയാം. ആ ധ്യാനഗുരുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ധ്യാനഗുരുവിനെ കൂട്ടി ഇവരുടെ വീട്ടിൽ വന്നു. അച്ഛൻ ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച്
ഇതിൻ്റെ പ്രവർത്തനങ്ങളെ നിർവീര്യമാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ചില വൈദികർക്ക് മാത്രം ചൊല്ലുന്ന പ്രത്യേകമായ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സമയത്ത് ഈ മകൻ വന്നിട്ട് ചോദിച്ചു, അമ്മ എപ്പം മരിക്കും? അതാണ് അവൻ അറിയേണ്ടത്. അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞല്ലോ. 13 ദിവസം മുമ്പ് വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടിട്ട് ഇയാൾ മരിച്ചിട്ടില്ല. 2 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 13 ദിവസമായിട്ട് മരിച്ചിട്ടില്ല. അപ്പോൾ അത് ഇവനറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, അമ്മയുടെ മേത്ത് ഈ തകിട് ഇരിപ്പുണ്ട്. 2, അമ്മ ഈ തകിട് വെച്ച് മരിക്കുമോ അത് ഈ തകിട് ഇവൻ്റെ ഭാര്യ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള സംശയമാണ് ഇവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്.